നമസ്കാരം, ഞാൻ ഡോക്ടർ ശാലിനി കൃഷ്ണ, ഇംകോപ്സ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസറാണ്. ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ജീവിതശൈലിയിൽ തന്നെയാണ്. അതായത് ഈ സമയങ്ങളിൽ, അതായത് ഈ വേദന വരുന്ന സമയത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നോക്കുക. അത് ഒന്ന് അസസ് ചെയ്യുക, അതൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. അതായത് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം പ്രത്യേകിച്ച് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി മൂലമോ ഒക്കെയാണോ ഇത് ഈ ഒരു വേദന ട്രിഗർ ചെയ്യുന്നതെന്ന് നോക്കുക. അത് മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 6 മാസമെങ്കിലും ഇത്തരത്തിലൊരു ശ്രദ്ധ ഉണ്ടെങ്കിൽ നമുക്കൊരു റിപ്പീറ്റേഷൻ, അതായത് ഒരു 75% വരെ ഇത് കുറയ്ക്കാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ട് ഇങ്ങനെ മൈഗ്രെയിൻ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് മെഡിസിന് നമ്മൾ 2ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിതശൈലിയിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്താൻ നോക്കുക. ഇതിന് നിദാന പരിവർത്തനം എന്ന് പറയും. അതായത് ഭക്ഷണത്തിൽ എരിവും പുളിയൊക്കെ കുറയ്ക്കുക, തണുത്ത ആഹാര സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുക, പരമാവധി വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക, ബിരിയാണി, കുഴിമന്തി, പിസ്സ പോലെയുള്ള ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക, കുളിക്കുന്നതിനൊരു കൃത്യമായ സമയം വയ്ക്കുക. പ്രത്യേകിച്ച് രാവിലെ ഒരു 7 മണിക്കും 9 മണിക്കും ഇടയ്ക്ക് കുളിക്കുക, വൈകുന്നേരം ഒരു 3നും 5നും ഇടയ്ക്ക് കുളിക്കുക. ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയമാണെങ്കിൽ രാത്രിയിലൊക്കെയാണ് വരുന്നതെങ്കിൽ ദേഹമൊക്കെ ഒന്ന് കഴുകിയിട്ട് തല നനഞ്ഞ ടവൽ വെച്ച് തുടച്ച് വൃത്തിയാക്കുക. തല നനച്ച ഉടനെ ഉറങ്ങാൻ പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. കൂടാതെ രാവിലെ കുളിച്ച ഉടനെ തന്നെ വെയിലത്ത് പോകാതിരിക്കുക. പുറത്തു പോകുമ്പോഴൊക്കെ തല നന്നായിട്ട് ഉണങ്ങുന്ന രീതിയിൽ കുളിയുടെ സമയം നമ്മൾ ക്രമീകരിക്കുക. ഡെയിലി എണ്ണ വെച്ച് കുളിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അഥവാ എണ്ണ വെച്ച് കുളിക്കുന്ന ദിവസം മാക്സിമം വെയിൽ കൊള്ളാതെ നോക്കുക.